നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 16 വമ്പൻ ടീമുകൾ കളിക്കളത്തിലുണ്ട്. ഒളിമ്പിക്സിൽ സീനിയർ ഫുട്ബോൾ അല്ല, അണ്ടർ 23 പ്ലെയേഴ്സാണ് പുരുഷ വിഭാഗത്തിൽ കളിക്കുന്നത്. പക്ഷെ 3 സീനിയർ താരങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. വനിതാ വിഭാഗത്തിൽ പിന്നെ അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, സീനിയർ ടീം തന്നെയാണ് കളിക്കുക. അപ്പോൾ പുരുഷ വിഭാഗത്തിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 3 സീനിയർ താരങ്ങളെ മാത്രമേ കളിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഒളിമ്പിക്സിൽ ബൂട്ട് കെട്ടുന്ന 10 സൂപ്പർ താരങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. വ്യത്യസ്ത ടീമുകളിലായിട്ട് ഇറങ്ങുന്ന 10 സൂപ്പർ താരങ്ങൾ. അർജന്റീനയിൽ ഹൂലിയൻ ആൽവാരസും അതുപോലെ തന്നെ നിക്കോളാസ് ഒട്ടാമെന്റിയും ഉണ്ട്. ഒട്ടാമെന്റി അവരുടെ സീനിയർ മോസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന മത്സരങ്ങളായിരിക്കും വരാൻ പോകുന്നതൊക്കെ. അദ്ദേഹമുണ്ട്. ഒപ്പം ഹൂലിയൻ ആൽവാരസും. പിന്നെ മൊറോക്കോയുടെ ഭാഗത്ത് അഷ്റഫ് ഹക്കീമി കളിക്കുന്നുണ്ട്. ഇന്ന് അർജന്റീന വേഴ്സസ് മൊറോക്കോ പോരാട്ടമാണ്. സോ അഷ്റഫ് ഹക്കീമി കളിക്കളത്തിൽ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഫ്രാൻസിന്റെ ടീമിൽ ലക്കാസെറ്റ് കളിക്കുന്നുണ്ട്. അതുപോലെ യൂഗ ചുക്കു കളിക്കുന്നുണ്ട്. പിന്നെ സ്പെയിന് നോക്കുക, ഫെർമിൻ ലോപ്പസും ക്യുബാർസിയും അവരുടെ ടീമിലുണ്ട്. ഈജിപ്ഷ്യൻ ടീമിലാണെങ്കിൽ എൽനെനിയുണ്ട്. ഗിനിയയുടെ ടീമിൽ നബി കെയ്റ്റ, പരാഗ്വേയുടെ ടീമിൽ ജൂലിയോ എൻസിസോ. അപ്പം സൂപ്പർ താരങ്ങൾ വേറെയും ഉണ്ട്. ഇതിപ്പം ഏജ് ഗ്രൂപ്പിലും അല്ലാതെയുമായിട്ട് നിരവധി സൂപ്പർ താരങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനക്കൊപ്പം കിരീടം ചൂടിയ തിയാഗോ അൽമൈഡ കളിക്കുന്നുണ്ട്. സോ ഈജിപ്ഷ്യൻ ടീമിലും അതുപോലെ തന്നെ സ്പാനിഷ് ടീമിലും ഒക്കെ നിരവധി സൂപ്പർ താരങ്ങൾ, ഫ്രഞ്ച് ടീമിൽ സൂപ്പർ താരങ്ങൾ. അപ്പം എല്ലാ ടീമുകളിലും വളർന്നു വരുന്ന സൂപ്പർ താരങ്ങളെ കൊണ്ടാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത്. ഏതായാലും കടുത്ത ഒരു പോരാട്ടം ഇന്നു മുതൽ ഒളിമ്പിക് ഗോൾഡ് മെഡലിനായിട്ട് ആരംഭിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വരാം.